അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ടൊരു ടെസ്ല എക്സ് മോഡൽ വണ്ടി ആദ്യമായിട്ടാണ് ടെസ്ല വൈ വന്നിട്ടുണ്ട്. എക്സ് മോഡൽ കാർ ആദ്യമായിട്ടാണ് വരുന്നത്. അതിന് റീസൺ വേറെ ഒന്നുമല്ല, നിങ്ങൾ ഈ പ്ലേറ്റിലേക്ക് നോക്കിയാൽ മതി. പ്ലേറ്റിൽ പറയുന്ന പോലെ തന്നെ ഫ്യൂച്ചർ, ഇത് സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിലേക്ക് വേണ്ടിയാണ് ഈ കാറ് ലണ്ടനിൽ നിന്ന് എത്തിയിരിക്കുന്നത്. കാരണം നമുക്ക് ടെസ്ല പല രാജ്യങ്ങളിലുണ്ടെങ്കിലും റൈറ്റ് ഹാൻഡ് ഡ്രൈവ്, ഇന്ത്യൻ റോഡുകൾക്ക് അനുയോജ്യമായ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് കാറുകൾ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് UK ആണ്. UK നിന്നാണ് ഈ വണ്ടി വന്നിരിക്കുന്നത്. കാരണം ഒരു വണ്ടി വാങ്ങിക്കഴിഞ്ഞ് 30 days കഴിയുമ്പോഴാണ് കാർനെറ്റ് എന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ഒരു എൻട്രി, നമ്മുടെ പാസ്പോർട്ട് പോലത്തെ വണ്ടിയുടെ പാസ്പോർട്ടാണെന്ന് പറയാം. അപ്പോൾ അത് കിട്ടുന്നത്. അപ്പോൾ December 10 നമ്മൾ കാറ് വാങ്ങുകയും ഇങ്ങനൊരു തോട്ട് നമുക്ക് വരുന്നത് തന്നെ ഈ ഫ്യൂച്ചറിനകത്ത് എന്ത് വ്യത്യസ്തമായിട്ട് ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം, ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ടെസ്ല നമ്മുടെ ചിത്രങ്ങളിൽ കണ്ടിട്ടുണ്ട്, വീഡിയോകളിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ നേരിട്ട് കാണാൻ അവസരങ്ങൾ സാധാരണക്കാർക്ക് വളരെ കുറവാണ്. മറ്റു രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്യുന്നവർക്ക് മാത്രമേ ഇങ്ങനെ ഒരു അവസരമുള്ളൂ. അപ്പോൾ ആ തോട്ടിൽ നിന്നാണ് ഈ കാർ വാങ്ങുകയും ഞങ്ങൾ January 10 നമുക്കിതിൻ്റെ കാർനെറ്റ് കിട്ടി. പിന്നെ അത് എയർ കാർഗോ വഴി എത്തി. ഈ നമ്പർ പ്ലേറ്റ് നിങ്ങൾ കണ്ടപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫ്യൂച്ചർ എന്ന ഏറ്റവും സിമിലർ ആയിട്ടുള്ള ക്ലോസസ്റ്റ് ഓപ്ഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, F4 UTR എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഈ സമ്മിറ്റിൻ്റെ പേര് തന്നെ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ എന്നാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്ലേറ്റ് എടുക്കാൻ കാരണം. അപ്പോൾ ഈ വാഹനം എയർ കാർഗോ വഴിയാണ് നമ്മൾ എത്തിച്ചത്. കാരണം നമുക്ക് 10 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ ഈ സമ്മിറ്റിന് തുടങ്ങാൻ വേണ്ടി. സാധാരണഗതിയിൽ ഷിപ്പിലൊക്കെയാണ്. ഇതിനു മുമ്പ് എനിക്ക് വന്നിരുന്ന ടെസ്ലയുടെ ഒരു മോഡൽ കേരളത്തിൽ വന്നിട്ടുണ്ട്, അത് ഷിപ്പിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഷിപ്പിൽ വരാൻ 35-40 days എടുക്കുന്നത് കൊണ്ടും പ്രോഗ്രാം പെട്ടെന്ന് തുടങ്ങുന്നത് കൊണ്ടാണ് നമ്മൾ എയർ കാർഗോ വഴി കൊണ്ടുവന്നത്. അപ്പോൾ വാഹനം പുറത്തുനിന്ന് ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തേക്ക് പോകുമ്പോൾ കാർനെറ്റ് എന്ന് പറയുന്ന കാറിൻ്റെ പാസ്പോർട്ട് എന്ന് പറയും. അപ്പോൾ ഈ കാർനെറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന എൻ്റെ പേരിലാണ്. അതുകൊണ്ടാണ് ഈ വാഹനം ഞാൻ ഓടിക്കാൻ കാരണം. ഇത് നമ്മുടെ റോട്ടിലിറങ്ങുമ്പോൾ ഉണ്ടല്ലോ, റോട്ടിലിറങ്ങുമ്പോൾ ആളുകളുടെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ കാണും. കാരണം ഇങ്ങനെയുള്ള കാറ് അധികം ആളുകൾ കണ്ടിട്ടില്ലേ. ടെസ്ല എന്ന് പറയും. നമ്മളിത് കൊണ്ടുവരാൻ തന്നെ കാരണം ഇത് ഫ്യൂച്ചറുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇവൻ്റാണ്. അപ്പോൾ ഈ EV വെഹിക്കിൾ സെഗ്മെൻറ്റിലെ ഏറ്റവും ഫൈനസ്റ്റ് ഇന്നോവേഷനായിട്ടാണ് ടെസ്ല അറിയപ്പെടുന്നത്. കാരണം ഡ്രൈവർലെസ് ആയിട്ട് ഓടിക്കാൻ പല രാജ്യങ്ങളിലും, US ഡ്രൈവർലെസ് ആയിട്ട് ഉപയോഗിക്കാം. ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ അതിനുള്ള സിസ്റ്റം ഡെവലപ്ഡ് ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വർഷമൊക്കെ നമുക്ക് സൈബർ ട്രക്കൊക്കെ കൊണ്ടുവരാം. ടെസ്ലയുടെ വേറൊരു മോഡലുള്ളത് വൈ ആണ്, സാധാരണ സെഡാൻ പോലത്തെ വാഹനം. ഇതൊരു ടെസ്ല എക്സ് എന്ന് പറയും, ഒരു SUV എന്ന് പറയുന്ന ഒരു ക്രോസ് ഓവർ എന്ന് പറയാം. നമുക്കൊരു മിനി SUVയുടെ കംഫർട്ടൊക്കെ ഉണ്ട്. കാരണം അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് 7 സീറ്ററാണ്. ഇത് 6 സീറ്ററും 7 സീറ്ററും ഇറങ്ങാറുണ്ട്. നമ്മളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന കാർ 7 സീറ്ററാണ്. ബാക്കിൽ 2 സീറ്റുണ്ട്. ആ ഏറ്റവും ബാക്കിൽ സീറ്റുകൾ കുട്ടികൾക്കായിരിക്കും ഏറ്റവും അനുയോജ്യം. കാരണം ലെഗ് സ്പേസ് ചലഞ്ചാണ്. പക്ഷേ ഈ ഫ്രണ്ടിലെയും തൊട്ട് മിഡിൽ റോയും നല്ല ലെഗ് സ്പേസ് ഉണ്ട്. സാധാരണ ഒരു കാറിനനുബന്ധിച്ച് നല്ലൊരു ലെഗ് സ്പേസ് ഉണ്ട്. പിന്നെ ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വളരെ ഫ്രീ ആയിട്ടുള്ള ഇതിൻ്റെ ഡിസൈനാണ്. ഇതിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്, ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ല. ഈ ഫ്രണ്ടിൽ നോക്കിയാൽ ഒരു വലിയ സ്ക്രീനുണ്ട്. ആ സ്ക്രീനിൻ്റെ സൈസ് എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷേ ഈ സ്ക്രീനിൽ ഈ വാഹനത്തെ കൺട്രോൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതിൻ്റെ നമുക്കൊരു ആപ്പ് ഉണ്ട് മൊബൈലിൽ. ഇതിൻ്റെ പാസ്വേഡ് അടിച്ചാൽ ഇത് വണ്ടി ഓണാക്കുകയോ ഓഫാക്കുകയും വേണ്ട. ഒന്നുമില്ലേ വണ്ടി നമ്മൾ കയറുക, പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ പാസ്വേഡ് ഡീആക്ടിവേറ്റഡ് ആണെങ്കിൽ നമ്മൾ കൊണ്ട് ഇവിടെ പ്ലേസ് ചെയ്യുക. പ്ലേസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി വണ്ടി ഓണാവും. പിന്നെ നമ്മൾ ഡ്രൈവിംഗ് മോഡിലേക്ക് ഇട്ടാൽ നമുക്ക് വാഹനം ഓടിക്കാം. വാഹനം ഓടിക്കുമ്പോൾ തന്നെ ഈ സ്ക്രീനിൽ കാണാം. നിങ്ങൾ സ്ക്രീൻ നോക്കിക്കഴിഞ്ഞാൽ മുമ്പിൽ പോകുന്ന സൈഡിലുള്ള വാഹനങ്ങളെല്ലാം സ്ക്രീനിൽ കാണാൻ പറ്റും. അതായത് നമുക്ക് എന്തൊക്കെ ഒബ്സ്റ്റക്കിൾസ് ഈ റൂട്ടിലുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പോകുന്ന വഴിക്കുണ്ടെന്നുള്ള എല്ലാം ഈ സ്ക്രീനിൽ കാണാൻ പറ്റും. ഇത് പറയുന്ന പോലെ മ്യൂസിക് സിസ്റ്റവും ബാക്കി എല്ലാ കൺട്രോളും എല്ലാ ഫീച്ചേഴ്സും ഈ സ്ക്രീനിൽ തന്നെയാണ്. വേറെ ഒന്നും വേണ്ട. നാവിഗേറ്റ് ഒരു മാപ്പുണ്ട്. അതുപോലെ ബാക്കിയുള്ള 2 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സും ഡ്രൈവ് മോഡ് ചേഞ്ച് ചെയ്ത് മാത്രമേ സ്റ്റിയറിങ്ങിനോടനുബന്ധിച്ചിട്ടുള്ളൂ. അതാണ് ഈ ഡിസൈനിൻ്റെ ഒരു പ്രത്യേകത. ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ല, വളരെ സിമ്പിൾ ഡിസൈനാണ്. എഫിഷ്യൻസി ഉള്ള ഒരു EV വെഹിക്കിളാണിത്. 350 മൈൽ, 58 മൈൽ, ഏകദേശം ഒരു 500-550 കിലോമീറ്ററോളം ഒരു ഫുൾ ചാർജിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. എക്സിനാണ് വേറൊരു പ്രത്യേകതയുള്ളത്, ഫാൽക്കൺ ഡോറുകളാണ്. അതായത് ഈ പുറകിലത്തെ ഡോറ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അത് താഴെ നിന്ന് മുകളിലേക്ക് പൊങ്ങിയാണ് അത് ഓപ്പൺ ആകുന്നത്. അതൊക്കെയാണ് ഇതിനൊരു നല്ല അട്രാക്റ്റീവ് ആക്കുന്നത്. കാരണം ഒരു കാർ സാധാരണ ഒരു സെഡാൻ കാർ കൊണ്ടുവന്നാൽ, ഇപ്പോൾ വൈ കൊണ്ടുവന്നാൽ ഇത്ര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പോൾ എക്സ് ആകുമ്പോൾ ഇങ്ങനെയുള്ള കുറേ ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട്. പിന്നെ ഇത് ഒരു ഡാൻസിങ് ഫീച്ചേഴ്സ് ഉണ്ട്. മ്യൂസിക് ഓൺ ചെയ്ത് ഇത് ഡാൻസ് ചെയ്ത് തന്നെ ഡോറൊക്കെ ഓപ്പണായി ഡാൻസ് ചെയ്യുന്നൊരു ഫീച്ചറൊക്കെ ഉണ്ട്.
അപ്പം ആളുകളെ ഒന്ന് എക്സൈറ്റഡ് ആക്കാൻ ഈ കാറിന് പറ്റും. പിന്നെ ടെക്നോളജി എന്തുമാത്രം അഡ്വാൻസ്ഡ് ആണെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ പഠിക്കുന്നത്. ഇതൊരു സാധാരണ കാറല്ല, ഇതുകൊണ്ട് എന്താണ്, ഇത് കൊണ്ടുവന്ന് എന്തിനാണെന്ന് ആലോചിക്കും. പക്ഷേ ഇതുകൊണ്ട് നമ്മൾ കൺവേ ചെയ്യുന്ന മെസ്സേജ് ഉണ്ട്. ഈ ലോകത്ത് എന്തുമാത്രം മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കണോ, ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എല്ലാവരും നമ്മൾ പിക്ചറിൽ കണ്ടിട്ടുണ്ടാകും, ചിലവർ കേട്ടിട്ടേ ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ ചിലവർ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇനി ഒത്തിരി കാര്യങ്ങൾ നടക്കും. ഈ സമ്മിറ്റിൻ്റെ ഒബ്ജക്റ്റീവ് തന്നെ അതാണല്ലോ. അതുകൊണ്ടാണ് ഈ ഒരു കാർ ചൂസ് ചെയ്യാൻ കാരണം. ടെസ്ല പുതിയ സൈബർ ട്രക്ക് ഇറങ്ങി. സൈബർ ട്രക്കിന് ഇപ്പം US പുറത്ത് പെർമിഷൻ ഒരു രാജ്യവും കിട്ടിയിട്ടില്ല. ഇനി നമ്മൾ UK കിട്ടുവാണെങ്കിൽ, ഇന്ത്യയിൽ വരാൻ ചിലപ്പോൾ സമയം എടുക്കുമായിരിക്കും, പക്ഷേ UK ഇത് കിട്ടുവാണെങ്കിൽ അടുത്ത സമ്മിറ്റിൽ സൈബർ ട്രക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ഒബ്ജക്റ്റീവ്. ഇനി എന്തൊക്കെ നടക്കും ലോകത്ത്, ഇത് ഈ കാറുകളുടെ സെഗ്മെൻറ്റിൽ മാത്രമല്ല, നമ്മൾ കൃഷിയും സംസ്കാരവും എല്ലാം നമ്മൾ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആശയവുമായിട്ടാണ് ഈ കാർ മുമ്പോട്ട് വന്നത്. കാരണം ഇപ്പം നിങ്ങൾ റോട്ടിൽ ഇറങ്ങുമ്പോൾ നമുക്ക് കാണാം എല്ലാവരും അതിശയത്തോടെ നോക്കുന്നു, അല്ലെങ്കിൽ ഈ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ആളുകൾ അത്ഭുതത്തോടെ നോക്കുന്നു. പക്ഷേ ഇതൊക്കെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. ഇത് അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ ഈ അതിശയമൊന്നുമില്ല, കാരണം അവരിങ്ങനെയുള്ള കാറുകളൊക്കെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഇത് പരിചയപ്പെടുത്തുക, ഇനി പുതിയ കാര്യങ്ങൾ നടക്കുന്നതിന് അവരെ പ്രിപ്പയർ ചെയ്യുക. അങ്ങനെ അതിനോടനുബന്ധിച്ചാണ് ഈ സമ്മിറ്റ് നടക്കുന്നത്. അതിനോടനുബന്ധിച്ചാണ് സമ്മിറ്റിലെ ഓരോ എലമെൻറ്റും. ഈ കാർ ഇതിൻ്റെ വലിയൊരു ആകർഷക ഘടകം കൊണ്ടാണ്. കാരണം ഈ കാർ ഒരു ആളുകൾക്ക് അധികം പരിചയമില്ലാത്തതുകൊണ്ട് ഒത്തിരി ആളുകൾ ഇത് കാണാൻ വേണ്ടി വരുന്നുണ്ട്. ഇനി അടുത്ത വർഷം സമ്മിറ്റിൽ വ്യത്യസ്തമായി ഇങ്ങനെയുള്ള ആശയങ്ങളുമായിട്ട് നമ്മൾ വരും.